ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കേസിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് തരണം ചെയ്യുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീമതി ടി വി മിനി പറഞ്ഞതുപോലെ പെട്ടെന്ന് 2 പോയിന്റ്സ്. എനിക്ക് പലപ്പോഴും ഒരു പ്രേക്ഷകനായി ഇരുന്ന് ശ്രീ സജി നന്ദ്യാട്ടും ശ്രീ രാഹുൽ ഈശ്വറും ഒക്കെ ശ്രീ ദിലീപിനെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നാറ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 പോലീസുകാരെ കൊല്ലാൻ നോക്കിയ മനുഷ്യനാണ്. ആ കേസ് എന്തായി? കേരള പോലീസിന് എന്തെങ്കിലും കരുതൽ വേണ്ടേ? കൂടെയുള്ള പോലീസുകാർക്ക് വേണ്ടി 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. ആർക്കെങ്കിലും ഒരു ബോധറേഷൻ ഉണ്ടോ? ഗ്രൂപ്പിലിട്ട് തട്ടാനുള്ള ആ കേരളം ഞെട്ടാൻ പോകുന്ന തെളിവ് വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും ബോധറേഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാഡമാണ് ഇതിന് പിന്നിൽ. ആ മാഡം ആര് എന്ന് ചോദിച്ച് കാവ്യാമാധവന്റെ ഫോട്ടോ ഇട്ട് ഒരാഴ്ച നമ്മുടെ മീഡിയ ചർച്ച ചെയ്തു. ആ കാവ്യാമാധവനെ ഒന്ന് ചോദ്യമെങ്കിലും ചെയ്തോ? പിന്നീട് ആ കഥയ്ക്ക് തിളക്കം പോരാതെ വന്നവൻ കാവ്യാമാധവന്റെ അമ്മയാണ് യഥാർത്ഥത്തിൽ മാഡം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പൊറാട്ട് നാടകങ്ങളാണ് നടന്നത്. ഗോൽച്ചൻ ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു ഗോൽച്ചനുമായി ബന്ധമുണ്ട്, ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട്. NIA വരും 50 ലക്ഷം രൂപ വേങ്ങരയിൽ ഒരു നേതാവിന് കൊണ്ട് കൊടുത്തു. ലോകത്ത് ഇത്രയും കള്ളങ്ങൾ ഏതെങ്കിലും കേസിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും സംശയമാണ്. നമ്പി നാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ വേട്ടയാടൽ അനുഭവിച്ച വ്യക്തിയാണ് ശ്രീ ദിലീപ്. ശ്രീ ദിലീപിനെതിരെ ഇനിയും കോടതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മീഡിയയിൽ വന്നിട്ടില്ല. കാര്യം യഥാർത്ഥത്തിൽ ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നികേഷ് കുമാർ സാറും റിപ്പോർട്ടറും നിങ്ങളുടെ ചാനലും. ശരി, ശ്രീമതി ടി ബി മിനി, രാഹുൽ പലതവണയായിട്ട് പറയുന്ന കാര്യമാണ് ഈ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ച കാര്യവും. ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ. ഇതൊക്കെ പക്ഷേ ഈ വിചാരണ ഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അതൊക്കെ യഥാർത്ഥ കേസിന്റെ വിചാരണയിൽ വന്ന കാര്യങ്ങളാണോ ശ്രീമതി ടി ബി മിനി? എന്താ അറിയോ, മഞ്ജുഷിന് എന്തോ അജണ്ടയുണ്ടെന്ന്. എനിക്കൊരു അജണ്ടയുമില്ല. രാഹുലിന്റെ ഓഡിയോ ബ്രേക്ക് ആയതുകൊണ്ടാണ്. ആ സമയത്ത് അത് ശരിയാക്കാൻ വേണ്ടിയാണ്. 8-ാം തീയതി നിങ്ങളുടെ എല്ലാം ഓഡിയോ ബ്രേക്ക് ആയതുകൊണ്ടാണ്. ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ തകരാൻ. അല്ല, ഈ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ ശ്രീമതി ടി വി രാഹുൽ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊക്കെ ഈ വിചാരണയിൽ വന്ന കാര്യങ്ങളാണോ? മഞ്ജുഷേ അല്ല, മിനിയോടാണ്. എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണോ? ഈ രാഹുൽ ഈശ്വരനും സജി നന്ദ്യാട്ടൻ സജി നന്ദ്യാട്ടനും രാഹുൽ ഈശ്വരനുമുള്ള മറുപടി 8-ാം തീയതി നമ്മൾക്ക് കൊടുക്കാം. ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഈ ആ കേസിൽ അപ്പിയർ ചെയ്യുന്നില്ല എന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിൽ പറയാൻ സാധ്യമല്ല. അവരിത് പറയുന്നത് അവർക്ക് ഇതിന്റെ കേസിനെ കുറിച്ച് സത്യത്തിലൊന്നും അറിയാത്ത നിലയിലുള്ള ആൾക്കാർക്ക്. പക്ഷേ രാഹുലിന് കേസിൽ ആ കോടതി ഞാൻ സജി നന്ദ്യാട്ടിന്റെ ചോദ്യങ്ങൾക്ക് ഇപ്പൊ മറുപടിക്ക് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് ചോദ്യത്തിന് സജി പറഞ്ഞോളൂ സജി നന്ദ്യാട്ട്, എനിക്കൊരു പ്രശ്നവുമില്ല. ഏത് ചോദ്യത്തെയും നേരിടാൻ എനിക്ക് അറിയാം. പറഞ്ഞോളൂ, നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാലോ. ചോദിച്ചോളൂ. മെമ്മറി കാർഡ് സ്വാഭാവികമായും ആരുടെ കസ്റ്റഡിയിലാണ്? ജഡ്ജിന്റെ കസ്റ്റഡിയിലാണ് അല്ലെ? ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാരാ? മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? ദിലീപിന്റെ വക്കീലോ ആണോ? അല്ലല്ലോ, അല്ല. അപ്പം അവിടെ നാടകം. അടുത്ത ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഈശ്വർ ഇവിടുത്തെ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന ടെക്നിക്കൽ ഹെഡൂടെ ഞങ്ങൾ പല ചർച്ചയിൽ റിപ്പോർട്ട് ചാനൽ ഇരുന്ന ഒരു കാര്യം പറയാം, ഈ ദൃശ്യത്തിന്റെ ആശ്വാസം മാറിയിട്ടില്ല. അതിലുള്ള രാഹുൽ ഈശ്വറെ കറക്റ്റ് അല്ലേ? മറ്റൊരു കേസിലെ കാര്യങ്ങൾ അതിലുണ്ട്, അതിന്റെ ആശ്വാസം മാറിയിട്ടുള്ളൂ. ഇവർ ഇതെല്ലാം പറഞ്ഞു, ഇതാണ് പറഞ്ഞത്, ഒത്തിരി തിരക്കഥകളും മലയാളം. ഞാൻ പറയട്ടെ, ശ്രീമതി ടി ബി മിനി പറഞ്ഞത് അത് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ മെമ്മറി കാർഡിന്റെ അതൊരു വലിയ ഇഷ്യൂ ആയിട്ടില്ല എന്നുള്ളതാണ്. പൊളിഞ്ഞു. അല്ല, പൊളിഞ്ഞതല്ല, അത് കണ്ടുപിടിച്ചുകൊണ്ടാണ്, കണ്ടെത്തിയത് കൊണ്ടാണ്. എല്ലാ നാടും പൊളിഞ്ഞു. തിരശ്ശീല വീട് 8-ാം തീയതി. അല്ല ശ്രീമതി, അല്ല എനിക്ക് അതിനകത്ത് സംശയം. അല്ല, എനിക്കുള്ള സംശയം അല്ല, മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലല്ല, മെമ്മറി കാർഡ് അത് യഥാർത്ഥമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആർഗ്യൂ ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നത് പ്രതിഭാഗത്തിനായിരുന്നു. അത് തടയപ്പെട്ടു. അങ്ങനെയല്ലേ ശ്രീമതി ടി വി മിനി? ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ടീമല്ലേ? അപ്പൊ അവരുടെ ഉത്തരം പറയട്ടെ, ഇത് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ല സജി, ഇതിനകത്ത് ഇത് അട്ടിമറി നടത്തുവാനുള്ള ശ്രമം നടന്നു, പക്ഷെ അതിവര് പൊളിച്ചു. അതാണ്. അല്ലല്ല, ദിലീപിന്റെ കയ്യിൽ മെമ്മറി കാർഡ് ഉണ്ട് എന്ന് വരുത്തി തീർത്താൽ ഈ കേസിൽ ബലമുള്ളൂ. കോമൺ സെൻസ് അറിയാം. സജി മറുപടി കൂടി കേൾക്കൂ. സജി മറുപടി കേൾക്കൂ. സജി ആര് പറഞ്ഞു? സജി നന്ദ്യാട്ടെ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ ഒരു ഘട്ടത്തിലും ദിലീപിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല.
പിന്നെ എന്താണ് സജി നന്ദിയാട്ട് അല്ല, കോടതിയെ സംശയത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു അത് സജി. അതിന്റെ ഉത്തരവാദിത്തം കോടതിക്ക് രാഹുൽ ഈശ്വർ മറുപടി പറയട്ടെ. അത്രേ ഉള്ളൂ. ഒരൊറ്റ വരി മിനി മാഡം, ഒരൊറ്റ വരി. 4 പോലീസുകാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നൊരു കേസുണ്ട്. അതെന്താ ഇപ്പൊ ആരും അന്വേഷിക്കാത്ത മാഡം? നമ്മുടെ പോലീസുകാരോട് ഒരു കരുതൽ പോയത് എന്തുകൊണ്ടാ? 4 പോലീസ് എന്ത് വലിയ ഗൂഢാലോചനയാണല്ലോ 4 പോലീസുകാരെ. ആലുവ പോലീസ് സ്റ്റേഷൻ ബോംബ് വെക്കുന്നു, വെടിവെക്കുന്നു, എന്തൊക്കെയായിരുന്നു മറുപടി പറയട്ടെ രാഹുൽ. മറുപടി പറയട്ടെ. അല്ല, നിങ്ങളൊന്ന് അല്ല മറുപടി വേണ്ടേ? അതായത് രാഹുൽ, ഞാൻ ഈ പോലീസുകാരുടെ വക്കീലല്ല. അതാ പറഞ്ഞേ, ഞാൻ പോലീസുകാരുടെ വക്കീലേ അല്ല. ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു ഉണ്ടായിരുന്നു. എനിക്ക് മറുപടി ഉണ്ട്. ഞാൻ പറയണ മറുപടി നിങ്ങൾ കേൾക്കൂ. ഞാൻ പോലീസിന്റെ അല്ല, സജി ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇതിനകത്ത് സജിയുടെ പാർട്ടിയെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിയെന്ന്. അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. മിനി തുടങ്ങുള്ളൂ. അല്ല, ഞാനിത് പറയണേക്ക്. ഞാനേ ഇത് പറയട്ടെ രാഹുൽ, ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വിക്ടിമിന് ഈ കേസിൽ റേപ്പ് ചെയ്യപ്പെട്ട, അതായത് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലല്ല. അതിൽ പ്രോസിക്യൂട്ടറും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വേറെയാണ്. ഈ കേസിലെ വിക്ടിമിന്റെ അഡ്വക്കേറ്റ് മാത്രമാണ്. ആ കേസ് എന്തായി എന്നറിയേണ്ട കാര്യം എനിക്കേ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കതിനൊരു മറുപടിയുടെ ആവശ്യവുമില്ല. ഞാനത് മറുപടി പറയേണ്ട കാര്യവുമില്ല. അത് മാത്രമല്ല, യഥാർത്ഥ കേസിൽ അത് വന്നിട്ടില്ലല്ലോ. യഥാർത്ഥ കേസിൽ അല്ല, നടിയെ ആക്രമിച്ച കേസിന്റെ ഒരു ഭാഗമേ അല്ലല്ലോ അത്. അല്ലല്ല, ഒരു സെക്കൻഡ്. മിനി മാഡം പറഞ്ഞതിനോട് യോജിച്ചോണ്ട് ഒരൊറ്റ വരി ഞാൻ പറഞ്ഞോട്ടെ. 4 പോലീസുകാരെ ഞാൻ എടുക്കും മാഡം. മാഡം ഞാൻ ഒറ്റ വരിയെ ഞാൻ എടുക്കും മാഡം. ഒറ്റ വരിയെ എടുക്കൂ. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് നോക്കിയെന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയ കേരള പോലീസിനാണോ അതിജീവിതയുടെ കാര്യത്തിൽ ദിലീപിന്റെ കാര്യം കള്ളത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത്? 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് നോക്കിയെന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയ പോലീസുകാർക്ക് അതിജീവിതയുടെ കേസിലേക്ക് വ്യാജമായി വലിച്ചടിച്ചുകൊണ്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അന്ന് ചർച്ചയിൽ നിങ്ങൾ ദിലീപിന് വേണ്ടി പറയുന്ന ഒരാളാണ്. അത് ഞാൻ എന്തിന് കൈ എഴുതണം? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ദിലീപിനെ വീണ്ടും കൊടുക്കുന്ന കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. മാഡം, ഞാൻ കൈ എഴുതേണ്ട കാര്യം, എനിക്ക് ദിലീപിന്റെ പക്ഷമേ അല്ല. ഞാൻ തികച്ചും ദിലീപ് വിരുദ്ധമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ നടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇരയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളല്ല സജി. സജി അക്കാര്യം പറയരുത്. സജിയുമല്ല, സജിയുടെ സംഘടനയുമല്ല, താരസംഘടനയുമല്ല. നടിയോട് താങ്കൾ ചോദിച്ചു നോക്കൂ. അല്ല, ഇരയായ നടിയോട് താങ്കൾ ചോദിച്ചു നോക്കൂ. അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇല്ലില്ല, താരസംഘടനയായ അമ്മ തനിക്കൊപ്പം നിന്നിട്ടില്ല എന്നാണ് എനിക്കറിയാം. പറയണതല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ദിലീപ് അല്ല, അത് മാത്രല്ല മഞ്ജുഷേ, മാഡം ഒരു കട്ടാവുന്നതാണ്. ഒരൊറ്റ വരി പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ ദിലീപ് ഞാൻ ഡിസംബർ 8 വേണ്ടി ദിലീപ് അനുകൂലിക്കുന്ന ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 8 തീയതിക്ക് വേണ്ടി, തമാശ പറയുന്നൊന്നുമല്ല, ഒറിജിനലി ദിലീപ് അനുകൂലിക്കുന്ന ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഡം തീർത്തോട്ടെ. ഇനി 2, എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നറിയാമോ? ഈ രാജ്യത്തെ കോടതികളിൽ എനിക്ക് വിശ്വാസമുണ്ട്. കീഴ്ക്കോടതി മുതൽ 3 ഹൈക്കോടതി ജഡ്ജിമാർ മുതൽ 2 സുപ്രീം കോടതി ജഡ്ജിമാർ വരെ വീണ്ടും ദിലീപിന്റെ കേസിന്റെ പല ആസ്പെക്ട് കേട്ടതല്ലേ? എത്ര നാൾ ഒരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടും ഒരു കാര്യമില്ലാതെ? ഇനിയും മാഡത്തിന് 4 പോലീസുകാരുടെ കേസിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നല്ല പറഞ്ഞത്.